ഹലോ കൂട്ടുകാരെ, അയനോരയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കേൾക്കാൻ മറക്കരുത് കേട്ടോ. വാർത്തകൾ വായിക്കാത്തവരായി, വാർത്തകൾ കാണാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാവില്ല അല്ലേ? വാർത്ത കണ്ടു കഴിയുമ്പോൾ അതിൽ ചിലത് നമ്മളെ ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും കടന്നു പോകുമ്പോൾ മറ്റു ചിലത് അറിവും അനുഭവ കൂട്ടുകളുമായിരിക്കും സമ്മാനിക്കുന്നത് അല്ലേ? ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ കൂടി കടന്നു പോകുന്ന ആളുകൾ. കൂടെയുള്ളപ്പോൾ നമുക്ക് യാതൊരു വിലയും തോന്നാത്ത, അല്ലെങ്കിൽ തോന്നിപ്പിക്കാൻ അവർ സമ്മതിക്കാത്ത ചിലരുണ്ടാകും അതിൽ. പക്ഷേ അവരുടെ അടുത്തുനിന്ന് മാറി നിൽക്കുമ്പോഴായിരിക്കും അവർ നമ്മുടെ ജീവിതത്തോടെ എത്ര ഇഴുകിച്ചേർന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ അമ്മമാരെ പോലെ തന്നെ. ചിലരൊക്കെ ചിന്തകളേകിയും പാഠങ്ങളേകിയും നമ്മുടെ ജീവിതത്തിൽ കൂടെ വന്നും കടന്നു പോകുമ്പോൾ മറ്റു ചിലരെ ചെറിയൊരു പുഞ്ചിരിയോടുകൂടെ മാത്രമേ ഓർക്കാൻ നമുക്ക് കഴിയുകയുണ്ടാവുകയുള്ളൂ അല്ലേ? നമുക്ക് വേണ്ടി ഒരുപാട് വിട്ടുകൊടുത്തവർ, പലപ്പോഴും വഴി മാറി തന്നവർ, വഴി ഒരുക്കിയവർ, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത പല പല ആളുകളുടെയും കരുണയുടെ ഫലമായിരിക്കും നമ്മൾ നേടിയെടുത്തതും നടന്നു കയറിയതുമായ പല പല വഴികളും. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൂടിയും കടന്നു പോകുന്നുണ്ടാകും അല്ലേ? എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പറയാം. ഒരുപാട് നാളുകൾ കൂടി ആശിച്ച് വാങ്ങിക്കഴിക്കുന്ന ഹോട്ടൽ ഫുഡിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം തട്ടിയിട്ടാൽ ദേഷ്യം വരാത്തവരായിട്ട് ആരേലും ഉണ്ടാവുമോ? സാമ്പാറിന് കൊഴുപ്പ് കൂടുതലായിരുന്നു, ഇപ്പോൾ അത് ശരിയായി എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് നിറവോടെ ഉണ്ട് കാണിക്കുന്ന എൻ്റെ അപ്പൻ്റെ മനസ്സിൽ ഞാൻ വിഷമിക്കല്ലേ എന്ന ഒരു ചിന്ത മാത്രമേ ഉണ്ടാകൂ. പക്ഷേ പപ്പ അന്ന് പകർന്നു തന്നത് വലിയൊരു പാഠം കൂടിയാണ്. ഒരു നോട്ടം കൊണ്ട് പോലും മറ്റൊരാൾക്ക് വേദന കൊടുക്കാതിരിക്കാൻ ഒരു ദിവസം നമുക്ക് പറ്റിയാൽ അതും ഒരു പുണ്യം തന്നെയാണ് അല്ലേ? നക്ഷത്രങ്ങൾ അങ്ങനെയാണ്, വീണ്ടും വീണ്ടും മിന്നിത്തിളങ്ങിക്കൊണ്ട് തന്നെയിരിക്കും. കൂടെയുള്ളവർക്ക് വെളിച്ചവും തെളിച്ചവും പകരാൻ അവർക്ക് മറ്റാരുടെയും പ്രചോദനമോ നന്ദി പ്രകടനങ്ങളോ ഒന്നും ആവശ്യം ഉണ്ടാവുകയേയില്ല. വഴക്കടിക്കുമ്പോൾ കൂടെയുള്ള ആളുകൾ ജയിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാനും വാശി ഉപേക്ഷിക്കാനും തയ്യാറാകുന്ന കൂട്ടാളിയെപ്പോലെ. അത് ആരുമാവട്ടെ, അവരൊക്കെ ആരുമായാലും എന്നും നമ്മുടെ സ്വന്തമായിരിക്കും അല്ലേ? പ്രത്യക്ഷത്തിൽ കൂടെ ഉണ്ടായെങ്കിലും ഇല്ല എങ്കിലും മനസ്സിൻ്റെ വഴക്കു കിടക്കേ അറ്റത്ത് മിന്നിത്തിളങ്ങുന്ന വാൽ നക്ഷത്രങ്ങൾ പോലെ.